കേരളത്തിലെ ഓരോ പദ്ധതികളും ഓരോ ക്ഷേമ പെൻഷൻ പദ്ധതികളും അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനമായ പദ്ധതികളും ലഭിക്കണമെങ്കിൽ എന്തു വേണം? കേരളത്തിലുള്ള ഒരാൾക്ക് കേരളീയനാണെന്ന് തെളിയിക്കാനുള്ള രേഖയെങ്കിലും വേണം. കേരളത്തിലെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും മനുഷ്യരാരാന്ന് തെളിയിക്കുന്ന രേഖ പോലും ഇല്ല. അതുകൊണ്ടാണ് കേരളത്തിലെ എല്ലാവർക്കും രേഖകളുണ്ട്. അപ്പോൾ ആ രേഖയുള്ള ആൾക്കാരെ അതാത് പഞ്ചായത്ത് മെമ്പർമാരും അതായത് പഞ്ചായത്തിലെ ആൾക്കാരും എന്താ ചെയ്യേണ്ടത്? അവരെ കൊണ്ടുപോയിട്ട് ആ പറയുന്ന എന്താണ് ഈ പറയുന്ന സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ മേടിച്ചു കൊടുക്കണം. അത് അദ്ദേഹം ചെയ്തില്ല, അല്ലെങ്കിൽ അത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഈ ലോകത്ത് ഒരു സംസ്ഥാനമില്ലാത്തത് കൊണ്ടാണ് കേരളത്തിലെ ആളുകൾക്ക് ഈ ആനുകൂല്യങ്ങൾ കിട്ടാത്തത്. പറയരുത്. അങ്ങനെയാണ്. അതാണ് ഇന്ത്യയിൽ അങ്ങനെ എങ്ങനെയാ സാർ? ഇന്ന് രാവിലെ കോഴിക്കോട് നിന്ന് വന്നൊരു വാർത്ത. എന്താണ്? തറ കെട്ടിയിട്ടു, വീട് പൊളിച്ചു മാറ്റി, ഒരു ഷെഡിലാണ് കിടക്കുന്നത്. പിന്നെ പൈസ കിട്ടിയില്ല, പൈസ കൊടുത്തില്ല, രണ്ടാം ഗഡു വന്നില്ല ലൈഫിന്റെ. നിങ്ങൾ അതിദരിദ്രരാണ്. അത് കഴിഞ്ഞിട്ട് മതി പ്രഖ്യാപനം. ഒരു വീടുണ്ടായിരുന്നു, വീട് പൊളിച്ചു കളഞ്ഞു, ഇപ്പൊ തറ കെട്ടിയിരിക്കുകയാണ്, പൈസ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ദരിദ്രരാണില്ല. പൈസ ഞാൻ പറയുന്നത് എന്താണ്? ആ വീടില്ലാത്തവർ, ആരോഗ്യമില്ലാത്തവർ, ജോലിയില്ലാത്തവർ, പറയുന്നത് നിങ്ങൾ അത് ദരിദ്രരുടെ കൂട്ടത്തിൽ കൂട്ടിക്കോ. നിങ്ങൾ കൊണ്ട് അതിദരിദ്രരുടെ കൂട്ടത്തിൽ 180 രൂപയിൽ താഴെ വരുമാനമുള്ള ആളുകളാണല്ലോ കേരളത്തിൽ. 1973-ലും 74-ലും 59% അതിദരിദ്രം ഉണ്ടായിരുന്നത്. അവരുടെ അവസ്ഥ അറിയോ നിങ്ങൾക്ക് എന്താണെന്ന്? അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭക്ഷണം കഴിക്കാണ്ടായിരുന്നില്ല, അവർക്ക് തുണി ഉണ്ടായിരുന്നില്ല, അവർക്ക് മരുന്ന് മേടിക്കാൻ സംവിധാനം ഉണ്ടായിരുന്നില്ല, അവർക്ക് കിടക്കാനായിട്ട് സ്ഥലം ഉണ്ടായിരുന്നില്ല, അവർ കാടുകളിലും റോഡുകളിലുമാണ് കിടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ 59% ഉണ്ടായിരുന്ന ആൾക്കാർ കുറഞ്ഞു വന്നിട്ടാണ് 0.15%. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്.